ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് നമ്മൾ പോവുകയാണ്. നമുക്ക് 9 നിന്നും 10 വരുമ്പോൾ അറിയാലോ, കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് പഠിക്കാൻ പാട്. നമുക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് അറിയില്ല, കൊറോണയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ആദ്യം മുതൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്ലാസ് ഇതിന് ശേഷം നിങ്ങൾ ചോദിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഹിസ്റ്ററിയിൽ ആദ്യ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ. നിങ്ങൾക്ക് അറിയാതിരിക്കാം, നമ്മുടെ ലോകത്തിൻ്റെ പല പ്രദേശങ്ങളായിട്ട് ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആദ്യമേ പോകുന്ന എന്താണ് വിപ്ലവം അല്ലെങ്കിൽ റെവല്യൂഷൻ? റെവല്യൂഷൻ എന്താണ്, വിപ്ലവം എന്താണ്? നിങ്ങൾ കുഞ്ഞു ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾ കുഞ്ഞു പ്രായത്തിൽ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കാം റെവല്യൂഷനെ കുറിച്ച് അല്ലെങ്കിൽ വിപ്ലവത്തെക്കുറിച്ച്. നമ്മുടെ സമൂഹത്തിൽ അനുകൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ എന്ത് ചെയ്യും, ശ്രമിക്കും. അതിനു വേണ്ടി അവർ പോരാടുമ്പോഴാണ് സമൂഹത്തിൽ എന്തുണ്ടാകുന്നത്, റെവല്യൂഷൻസ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വിപ്ലവം ഉണ്ടാകുന്നത്. ഇപ്പോൾ സിമ്പിളായി പറഞ്ഞാൽ നമ്മളൊക്കെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോളേജ് പഠിക്കുന്ന സമയത്ത് ഒരുപാട് വിപ്ലവം ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ചില ആവശ്യം എന്ത് ചെയ്തില്ല, അവിടെ ലഭിച്ചിട്ടില്ല. അപ്പോൾ അത് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ശ്രമിച്ചു. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ ലഭിക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം, വിപ്ലവം എന്ന് പറയാം. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ അനുകൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. The struggles try to change the system denied of right അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീഡം ആൻഡ് എസ്റ്റാബ്ലിഷ് എ ന്യൂ വൺ. നമ്മുടെ അവകാശം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ റൈറ്റ്സ് അല്ലെങ്കിൽ ഇക്വാലിറ്റി അല്ലെങ്കിൽ ഫ്രീഡം, നമ്മുടെ സ്വാതന്ത്ര്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ അവകാശമായിക്കോട്ടെ, അപ്പോൾ അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനുവേണ്ടി ശ്രമിക്കും. അപ്പോൾ അതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് സമൂഹത്തിൽ എന്തുണ്ടാകുന്നത്, റെവല്യൂഷൻസ് ഉണ്ടാകുന്നത്. ദ സിസ്റ്റം ട്രൈ ടു ചേഞ്ച്. നമുക്ക് എന്തെങ്കിലും അവിടെ മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയായിരിക്കും, നമ്മുടെ റൈറ്റ്സിന് വേണ്ടിയായിരിക്കും, നമ്മുടെ ഫ്രീഡത്തിന് വേണ്ടിയായിരിക്കും, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾക്ക് വേണ്ടിയോ നമ്മൾ എന്ത് ചെയ്യുന്നു, ചില സ്ട്രഗിൾസ് നടത്തുന്നു. അപ്പോൾ അത്തരത്തിലുള്ള സ്ട്രഗിൾസിനെയാണ് ഒരു എന്തായി മാറുന്നത്, റെവല്യൂഷൻസ് ആയി മാറുന്നത്. ഓക്കെ, നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് ലോകത്തെ സ്വാധീനിച്ച 5 മഹത്തായ വിപ്ലവങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അങ്ങനെ പോകുന്നത് പഠിക്കാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ, ഇപ്പോൾ ആദ്യകാല റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞാൽ ആദ്യകാല റെവല്യൂഷൻസിന് ഒരു ഇൻസ്പിറേഷൻ നൽകാൻ സാധിച്ചത് റിനേസൻസ് ആയിരുന്നു. നിങ്ങൾ കുഞ്ഞു ക്ലാസ് പഠിച്ചു കാണുമായിരിക്കും റിനേസൻസിനെ കുറിച്ച്, നവോത്ഥാനത്തെ കുറിച്ച്. അപ്പം ആദ്യകാല റെവല്യൂഷൻസ്, ഇപ്പോൾ ഏലിയ റെവല്യൂഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏലിയ റെവല്യൂഷനെ കുറിച്ച് സ്റ്റിമുലേഷൻ നൽകാൻ സാധിച്ചത് എന്തായിരുന്നു, ഈ റിനേസൻസ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ബേസിക് ആയി നമ്മൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മതി. ഇപ്പോൾ സമൂഹത്തിൽ അനുകൂലമായ മാറ്റങ്ങൾക്ക് വേണ്ടി ഒരു കൂട്ടം ആൾക്കാർ ശ്രമിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, റെവല്യൂഷൻസ് ഉണ്ടാകുന്നത്. ഇത്തരത്തിൽ ലോകത്തിൻ്റെ പല കോണുകളുണ്ടായ 5 റെവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഫസ്റ്റ് റെവല്യൂഷൻ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഫസ്റ്റ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. രണ്ടാമത്തത് ഫ്രഞ്ച് റെവല്യൂഷൻ. മൂന്നാമത്തെ റെവല്യൂഷൻ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. നാലാമത്തത് റഷ്യൻ റെവല്യൂഷൻ. ലാസ്റ്റ് ചൈനീസ് റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ 5 റെവല്യൂഷനെ കുറിച്ച്, ലോകത്തിൻ്റെ പല പ്രദേശങ്ങളിലുണ്ടായ 5 വിപ്ലവങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ 5 റെവല്യൂഷനെ കുറിച്ചാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് റെവല്യൂഷനായ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഫസ്റ്റ് ഏതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറച്ച് പോയിന്റ് ഉൾപ്പെടുത്തി അല്ലെങ്കിൽ പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ, അത് ഫസ്റ്റ് നമ്മൾ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഥ പഠിച്ചു പോകുന്ന പോലെ നമുക്ക് ഫസ്റ്റ് പഠിച്ചു പോകാൻ പറ്റും അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യ എന്ന പ്രദേശം ഒരുപാട് കാലം ആര് പിടിച്ചെടുക്കിച്ചിരുന്നു, ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കിച്ചിരുന്നു. അപ്പോൾ അന്ന് നമുക്ക് നമ്മുടേതായ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല, നമ്മുടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി ആര് ശ്രമിച്ചു, നമ്മുടെ ഇന്ത്യക്കാർ ശ്രമിച്ചു. അതിനുവേണ്ടി അവർ എന്ത് ചെയ്തു, ഒരു സ്വാതന്ത്ര്യ സമരം നടത്തി. അതിനൊടുവിൽ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആണ്. ഇതേപോലെ ഈ പറഞ്ഞ അമേരിക്കയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക എന്ന പ്രദേശം എന്ത് ചെയ്യുകയുണ്ടായി, ബ്രിട്ടീഷുകാരെ പിടിച്ചെടുക്കുകയുണ്ടായി. അപ്പോൾ അവരിൽ നിന്നും ബ്രിട്ടീഷുകാർ തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയും സ്വാതന്ത്ര്യം നേടുകയും ചെയ്തതാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. എന്തിനു വേണ്ടിയാണത്, ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അമേരിക്കക്കാർ എന്ത് ചെയ്തത്, ശ്രമിച്ചത്. അവസാനം എന്തായി മാറി, അത് വിജയിക്കുകയും അവരുടെ അവകാശങ്ങൾ അവർ സംരക്ഷിക്കാൻ സാധിക്കുകയും
ചെയ്തത്. അപ്പോൾ നമുക്ക് ചില പോയിന്റ് മാത്രം വരച്ച് നോക്കാൻ എന്തെങ്കിലും പറ്റും, വളരെ സിമ്പിളായി അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ്, from the 16th century onwards, the Europeans migrated to North America. 16-ാം നൂറ്റാണ്ടോട് കൂടി യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിലെ ആൾക്കാർ എവിടെ കുടിയേറി? അമേരിക്കയിൽ കുടിയേറി. അപ്പോൾ ഫസ്റ്റ് പോയിന്റ്, by the 16th century onwards, the Europeans began to migrate North America. 16-ാം നൂറ്റാണ്ടിൽ എവിടെ നിന്ന്? യൂറോപ്പിന്റെ പല പ്രദേശങ്ങളിലെ ആൾക്കാർ എവിടേക്ക്? അമേരിക്കയിലേക്ക് കുടിയേറി. ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ അവിടെ മേജർ ആയിട്ടുള്ള എയിം എന്തായിരിക്കും, ലക്ഷ്യം എന്തായിരിക്കാം? ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻ ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. അതായത് അമേരിക്കയിലുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ത് ചെയ്യുക? ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ 16-ാം നൂറ്റാണ്ടോട് കൂടി എന്ത് ചെയ്യുന്നുണ്ടായി? യൂറോപ്പിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ എവിടേക്ക്? അമേരിക്കയിലേക്ക് കുടിയേറി. മേജർ എയിം എന്തായിരുന്നു? എക്സ്പ്ലോയിറ്റ് ദി റിസോഴ്സസ്. അവിടുത്തെ വിഭവങ്ങൾ എന്ത് ചെയ്യുക? കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, by the 18th century, English had established 13 colonies in eastern coast of North America. അധികം വൈകാതെ യൂറോപ്യന്മാരിൽ ഏറ്റവും പ്രമുഖരായിരുന്ന ബ്രിട്ടീഷുകാർ എന്ത് ചെയ്യുക? എവിടേക്ക് എത്തി? അമേരിക്കയിലേക്ക് എത്തി. അവിടെ എത്ര കോളനികളാണ്? 13 കോളനികൾ ആരംഭിച്ചു. ഏത് നൂറ്റാണ്ടിലാണ്? 18-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഇന്ന് 18th century, British had established 13 colonies in eastern coast of North America. 18-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ എന്ത് ചെയ്യുകയുണ്ടായി? 13 കോളനികൾ ആരംഭിച്ചു. 2 പോയിന്റ് പഠിച്ചു. ഫസ്റ്റ് പോയിന്റ്, 16th centuryയിൽ ഇവിടേക്ക് ആരെത്തി? യൂറോപ്യൻസ് എത്തി. ഇവിടെ അമേരിക്കയിലേക്ക്. രണ്ടാമത്തെ പോയിന്റ്, 18th centuryയോട് കൂടി ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുകയും എത്ര കോളനികൾ? 13 കോളനികൾ ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് മെർക്കന്റിലിസ്റ്റ് പോളിസിയാണ്. ദെൻ ദ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ പോളിസി നോൺ ആസ് മെർക്കന്റിലിസ്റ്റ് പോളിസി. ഇവിടെ എത്തിയ ബ്രിട്ടീഷുകാർ അമേരിക്ക എന്ന പ്രദേശം പൂർണ്ണമായും പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പുതിയൊരു പോളിസി എന്ത് ചെയ്യുകയുണ്ടായി? ഇവിടെ കൊണ്ടുവന്നു. അതറിയപ്പെടുന്നതാണ് മെർക്കന്റിലിസ്റ്റ് പോളിസി എന്ന പേരിൽ. എന്താ മെർക്കന്റിലിസ്റ്റ് പോളിസി? അതായത് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളിലെ പ്രൊഡക്റ്റ് ഇവിടെ വിറ്റഴിക്കുക, തങ്ങൾക്ക് ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽസ് ഇവിടുന്ന് കളക്ട് ചെയ്യുക. അതിനുവേണ്ടി അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ എന്ത് കളക്ട് ചെയ്യണം? റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണം. അതേപോലെ തന്നെയാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക? ഇവിടുത്തെ കോളനികൾ വിറ്റഴിക്കുകയും ചെയ്യുക. അപ്പം അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച ഒരു പുതിയ നയമാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? മെർക്കന്റിലിസ്റ്റ് പോളിസിയുടെ പേരിൽ അറിയപ്പെടുന്നത്. ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് ഡിസെൻഡേഴ്സ് ഫോർ കളക്ടിങ് ദ റോ മെറ്റീരിയൽസ് ആൻഡ് ആസ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദെയർ പ്രൊഡക്റ്റ്. 2 കാര്യങ്ങൾക്ക് വേണ്ടി. ഒന്ന്, തങ്ങൾക്ക് ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക? ഇവിടുന്ന് കളക്ട് ചെയ്യുക. 2, തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് എവിടെ തന്നെ? ഇവിടുത്തെ കോളനികൾ തന്നെ എന്ത് ചെയ്യുക? വിറ്റഴിക്കുക. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച പുതിയ നയത്തെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്? മെർക്കന്റിലിസ്റ്റ് പോളിസിയുടെ പേരിൽ അറിയപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ. ഒന്നുകൂടെ 16th centuryയിൽ ഇവിടേക്ക് ആരെത്തി? യൂറോപ്യൻസ് ഇവിടേക്ക് എത്തി. അതിനുശേഷം 18th centuryയോട് കൂടി ബ്രിട്ടീഷുകാർ ഇവിടെ എത്തിക്കുകയും എത്ര കോളനികൾ? 13 കോളനികൾ ആരംഭിക്കുകയും ചെയ്തു. അതിനുശേഷം ദ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ പോളിസി നോൺ ആസ് മെർക്കന്റിലിസ്റ്റ് പോളിസി. അതിനുശേഷം അവർ പുതിയൊരു പോളിസി എന്ത് ചെയ്യുകയുണ്ടായി? ഇവിടെ ആവിഷ്കരിച്ചു. ആ പോളിസി അറിയപ്പെടുന്നതാണ് മെർക്കന്റിലിസ്റ്റ് പോളിസി എന്ന പേരിൽ. മെർക്കന്റിലിസ്റ്റ് പോളിസി എന്താണ്? The British created the American colonies as the centers for collecting the raw materials and as the centers market for selling their product. അപ്പോൾ തങ്ങൾക്ക് ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽസ് ഇവിടെ എന്ത് ചെയ്യുക? കളക്ട് ചെയ്യുക. അതേപോലെ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഇതേ കോളനികളിൽ വിറ്റഴിക്കുകയും ചെയ്യുക. അതിനുവേണ്ടി ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച ഒരു പുതിയ പോളിസിയാണ് മെർക്കന്റിലിസ്റ്റ് പോളിസി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതൊരു കാര്യം ഇവിടെ കഴിഞ്ഞ വർഷം നമുക്ക് ആനുവൽ എക്സാമിന് SIക്കാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 6 മാർക്കാണ് നമുക്ക് എന്ത് ചെയ്തത്? കഴിഞ്ഞ വർഷം ചോദിച്ചത്. അപ്പോൾ SIക്ക് ചോദിക്കുമ്പോൾ ഈ മെർക്കന്റിലിസ്റ്റ് പോളിസി എന്താണെന്ന് മെൻഷൻ ചെയ്ത് പോയാൽ മാത്രം മതി. അല്ലാതെ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനി മെറിറ്റലിസ്റ്റ് പോളിസിക്കകത്ത് നിങ്ങൾ ടെക്സ്റ്റിനകത്ത് ഒരു 5-6 പോയിന്റ് പറയുന്നു. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന ഒരു 3 പോയിന്റ് പഠിച്ചിരുന്നത്. അപ്പോൾ അത് മാത്രമായിട്ട് ഒരു 3 മാർക്ക് ചോദിക്കാം. മെറിറ്റലിസ്റ്റ് പോളിസി മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 3 മാർക്ക് ചോദിക്കാം. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്തിരിക്കണം, ആ പോയിന്റ് എഴുതിയാൽ മതിയാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ പോയിന്റ് അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നോക്കാം മെറിറ്റലിസ്റ്റ് പോളിസി എന്താണെന്ന് പറഞ്ഞു. ഇനി അതിനകത്തുള്ള പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു. ഫസ്റ്റ് 3 പോയിന്റ് പഠിച്ചാൽ മതി. ഫസ്റ്റ് ഇന്നത്തെ പോയിന്റ്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ, ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ബ്രിട്ടീഷുകാരുടെ കോളനി അമേരിക്കയിൽ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ തിരിച്ചിവിടെ കൊണ്ടുവരുന്നത് ആരുടെ കപ്പലിലായിരിക്കണം, ബ്രിട്ടീഷുകാരുടെ കപ്പലുകൾ മാത്രമായിരിക്കണം. The goods to and from the colonies only carried through British made ship or the ship built in British colonies. അപ്പോൾ ഇവിടെ നിന്നുള്ള വസ്തുക്കൾ കൊണ്ടുപോകുന്നു ആരുടെ കപ്പലുകളിൽ, ഒന്നുകിൽ ബ്രിട്ടീഷുകാരുടെ കപ്പലുകൾ, അതല്ലെന്നുണ്ടെങ്കിൽ ബ്രിട്ടീഷ് കോളനികൾ നിർമ്മിച്ച കപ്പലുകൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, കൊണ്ടുപോകുവാൻ പാടുള്ളൂ. The goods to and from the colonies carried only through the British ship or the ship built in British colonies. അടുത്ത പോയിന്റ്, പ്രൊഡക്റ്റ് സച്ച് ആസ് ടൊബാക്കോ, ഗോൾഡ്, കോട്ടൺ എക്സെട്ര ഓൺലി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്ന തേയിലായിക്കോട്ടെ അല്ലെങ്കിൽ പട്ടായിക്കോട്ടെ പഞ്ചസാര ആയിക്കോട്ടെ അങ്ങനെയുള്ള വസ്തുക്കൾ ആർക്ക് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഒരു പോയിന്റ് പഠിച്ചാൽ മതി. ലാസ്റ്റ് പോയിന്റ്, British stamp affixed on all legal documents, stamp, license, pamphlets, etc. ഇവിടുന്ന് കൊണ്ടുവന്ന ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ഇവിടുന്നുള്ള ന്യൂസ് പേപ്പർ ആയിക്കോട്ടെ, പാംപ്ലെറ്റുകളായിക്കോട്ടെ, ലൈസൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ലീഗൽ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, എല്ലാത്തിലും എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് സ്റ്റാമ്പ് നമ്മൾ പതിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, നമ്മൾ പറഞ്ഞത് മെർക്കന്റൈലിസ്റ്റ് പോളിസിയാണ്. മെർക്കന്റൈലിസ്റ്റ് പോളിസി എന്തായിരുന്നു, അതായത് ബ്രിട്ടീഷുകാർക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, ഇവിടുത്തെ കോളനികളിൽ നിന്ന് ശേഖരിക്കുക, അതേപോലെ തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഇതേ കോളനികളിൽ വിറ്റഴിക്കുകയും ചെയ്യുക. അതിനു വേണ്ടി അവർ ആവിഷ്കരിച്ചൊരു പോളിസിയാണ് നമ്മുടെ മെർക്കന്റൈലിസ്റ്റ് പോളിസി എന്നറിയപ്പെടുന്നത്. അപ്പോൾ എസ് ഐ ചോദിക്കുമ്പോൾ നമുക്ക് അത്ര എഴുതിയാൽ മതിയാണല്ലോ. എന്നാൽ ഇതേ ക്വസ്റ്റ്യൻ 3 മാർക്ക് ചോദിക്കുക, മെർക്കന്റൈലിസ്റ്റ് പോളിസി മാത്രമായി നമുക്ക് എന്ത് ചെയ്യാം, 3 മാർക്ക് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന 3 പോയിന്റ്, ഇപ്പം അതിൽ 5 പോയിന്റ് ഉണ്ട്, ഞാൻ ഒരു 3 പോയിന്റ് പറഞ്ഞുള്ളൂ. നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന വേറെ ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റ് പഠിക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തൊക്കെയായിരുന്നു, the goods to and from the colonies only carried through British ship or the ship built in British colonies. ഇവിടുന്ന് കൊണ്ടുവന്ന വസ്തുക്കൾ ഒന്നുകിൽ ബ്രിട്ടീഷിൻ്റെ കപ്പലുകളായിരിക്കണം അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികൾ നിർമ്മിച്ച കപ്പലുകളായിരിക്കണം. അതിനകത്ത് പ്രൊഡക്റ്റ് സച്ച് ആസ് വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര ഓൺലി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന വൂൾ, കോട്ടൺ അങ്ങനെയുള്ള വസ്തുക്കൾ ആർക്ക് മാത്രം, ബ്രിട്ടീഷുകാർക്ക് മാത്രമേ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുവാൻ പാടുള്ളൂ. ലാസ്റ്റ് പറഞ്ഞതുപോലെ ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഏതിലൊക്കെ, ആ ലീഗൽ ഡോക്യുമെന്റ്സ്, ഇവിടുത്തെ ലീഗൽ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, അതായത് പാംപ്ലെറ്റുകളായിക്കോട്ടെ, അതായത് ലൈസൻസ് ലൈസൻസ് എന്തോ ആയിക്കോട്ടെ, എല്ലാത്തിലും എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് സ്റ്റാമ്പ് പതിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പോളിസി എന്ന് അറിയപ്പെടുന്നതാണ് ഏത് പേരുള്ള മെർക്കന്റൈലിസ്റ്റ് പോളിസി എന്ന പേരിൽ. ഓക്കെ, നമ്മളവിടെ 3 പോയിന്റ് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു റെവല്യൂഷൻ ആരംഭിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരു റെവല്യൂഷൻ ആരംഭിച്ചതിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വിപ്ലവം ആരംഭിച്ചതിനെ കുറിച്ച് പറഞ്ഞായിരുന്നോ, ഇല്ല. ആ ഒരു പോയിന്റ് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല. നിങ്ങൾ ആ പോയിന്റ് സാറിഞ്ഞിരുന്നാൽ മാത്രം കാണും. ആ പോയിന്റ് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല. നിങ്ങൾ ആദ്യമേ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പഠിക്കുമ്പോൾ ഒരു സ്ലോഗൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജെയിംസ് ഓട്ടിസ് എന്ന രൂപം നൽകിയൊരു സ്ലോഗൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. നമുക്കത് പറയാനുള്ളത് ഇവിടെയാണ് പറയാനുള്ളത്. അതിൻ്റെ പിറകുള്ള കാരണം എന്താണെന്ന് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, അത് നിങ്ങൾ പഠിച്ചിരിക്കുക. ഓക്കെ, അതിനുള്ള കാരണം 1756 മുതൽ 1763 വരെയുള്ള കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാർക്ക് ഫ്രഞ്ചുകാരുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. അറിയപ്പെടുന്നതാണ് 7 Year വാർ എന്ന പേര്. വാർ ബ്രോക്ക് ഔട്ട് ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ഫ്രഞ്ച്. ഏത് വർഷം, 1756. 1756 ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചു. ആ വർഷം 7 വർഷക്കാലം എന്ത് ചെയ്യുകയുണ്ടായി, നീണ്ടു നിൽക്കുകയുണ്ടായി. അതറിയപ്പെടുന്നതാണ് 7 Year വാർ എന്ന പേര്. ഈ യുദ്ധത്തിൽ ആര് വിജയിച്ചു, ബ്രിട്ടീഷുകാർ വിജയിച്ചു. പക്ഷേ അവർക്ക് ഒരുപാട് എക്കോണമിക് ക്രൈസിസ് ഉണ്ടായി,
സാമ്പത്തികമായി തകർച്ചയുണ്ടായി. ഇത് ഓവർകം ചെയ്യുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം എന്തായാലും അമേരിക്കൻ ജനങ്ങൾക്ക് മേലെ നികുതി ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ഈ പറഞ്ഞ നികുതി ഏർപ്പെടുത്തുകയാണ് എന്തിന് കാരണമായി മാറിയത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കാരണമായി മാറിയത്. ആ പോയിന്റ് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, നിങ്ങൾ അറിഞ്ഞു പോകണം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനുള്ള ആസന്ന കാരണം എന്തായിരുന്നു? 1756 ആരംഭിച്ച ഈ പറഞ്ഞ വാർ, 7 year വാറിൽ ആര് വിജയിച്ചു? ബ്രിട്ടീഷ് ഹാഡ് വൺ ദിസ് വാർ, ബട്ട് ദേ ഫേസ്ഡ് സെവറൽ എക്കോണമിക് ക്രൈസിസ്. To overcome this situation, they implemented heavy tax on the American people. ഇതിൽ ബ്രിട്ടീഷുകാർക്ക് വിജയിക്കാൻ സാധിച്ചെങ്കിലും ഒരുപാട് എക്കോണമിക് ക്രൈസിസ് ഉണ്ടായി, സാമ്പത്തികമായി തകർച്ചയുണ്ടായി. അത്തരം ഈ തകർച്ച നേരിട്ടപ്പോൾ അത് മറികടക്കാനുള്ള മാർഗമായി അവരെന്താ ചെയ്തത്? അമേരിക്കൻ ജനങ്ങൾക്ക് മേലെ നികുതി ഏർപ്പെടുത്തി. അവർ ബ്രിട്ടീഷുകാരെ ഏർപ്പെടുത്തിയ അമിതമായ നികുതിയാണ് എന്തിന് കാരണമായത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കാരണമായി തീരുകയും ചെയ്തത്. നിങ്ങൾ പഠിച്ചു വെച്ചുകൊള്ളുക. ആ പോയിന്റ് ടെക്സ്റ്റിനകത്ത് പറയുന്നില്ല, ആദ്യം പറയുന്ന പോലെ നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, പ്രാതിനിധ്യമില്ലാതെ നികുതി ഇല്ല. ബ്രിട്ടീഷുകാർ അമേരിക്കക്കാരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് അല്ല, അതുകൊണ്ട് അവർക്ക് എന്ത് നൽകത്തില്ല? നികുതി നൽകത്തില്ല. അതിന് പിറകെയുള്ള കാരണം ഇതായിരുന്നു. ലാസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ, അന്ന് ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ സമരം നയിക്കാൻ ആവശ്യമായ എല്ലാവരുടെ സപ്പോർട്ടും അന്ന് അമേരിക്കയിലെ പല തിങ്കേഴ്സ് നൽകുകയുണ്ടായി. എക്സാമ്പിൾ പറഞ്ഞാൽ ജോൺ ലോക്ക്, തോമസ് പെയിൻ. ഇവരുടെ ഐഡിയോളജീസിൽ നിന്നൊരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പറഞ്ഞ അമേരിക്കയിലെ ജനങ്ങൾ എന്താരംഭിച്ചത്? ഒരു റെവല്യൂഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഐഡിയോളജീസ് ഓഫ് സം സ്കോളേഴ്സ് ലൈക്ക് ജോൺ ലോക്ക്, തോമസ് പെയിൻ. അപ്പോൾ തോമസ് പെയിൻ്റെയും ജോൺ ലോക്കിൻ്റെയും ഐഡിയോളജീസിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു റെവല്യൂഷൻ ആരംഭിക്കുവാൻ അമേരിക്കയിലെ ജനങ്ങൾ തീരുമാനിക്കുകയും ചെയ്തത്. നമ്മൾ 4 പോയിന്റ് പഠിച്ചു. ഈ 4 പോയിന്റാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസിലേക്ക് വരുന്നത്. ഇനിയുള്ള സെക്കൻഡ് ഫേസാണ്. സിമ്പിൾ ആണോ? 4 പോയിന്റ് മാത്രം സ്റ്റോറിക്ക് മതി. നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ്? By the 16th century onwards, the Europeans migrated to North America. 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൻ്റെ പല പ്രദേശങ്ങളിൽ നിന്നും ഒരുപാട് യൂറോപ്യൻസ് എവിടേക്ക് എത്തി? അമേരിക്കയിലേക്ക് എത്തി. ദ മേജർ എയിം ഓഫ് ദി മൈഗ്രേഷൻസ് വാസ് ടു എക്സ്പ്ലോയിറ്റ് ദെയർ റിസോഴ്സസ്. അതിൻ്റെ ചെറിയ ലക്ഷ്യം എന്തായിരുന്നു? ഇവിടുത്തെ വിഭവങ്ങൾ ചൂഷണം ചെയ്യുക എന്നുള്ളതായിരുന്നു. Another point, in the 18th century, English had established 13 colonies in eastern coast of North America. 18ാം നൂറ്റാണ്ടോട് കൂടി ഇവിടേക്ക് എത്തിയ ബ്രിട്ടീഷുകാരെ അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിലെ എത്ര കോളനി? 13 കോളനികൾ ആരംഭിച്ചു. Then they introduced a new policy known as mercantilist policy. അതിനുശേഷം അവർ പുതിയൊരു പോളിസി എവിടേക്ക് കൊണ്ടുവരികയുണ്ടായി. എന്നറിയപ്പെടുന്നതാണ് ഏത് പേരില? മെർക്കന്റിലിസ്റ്റ് പോളിസി എന്ന പേരിൽ. മെർക്കന്റിലിസ്റ്റ് പോളിസി എന്താണ്? The British patented the colonies as to collect their raw materials and as the centers for selling their production. തങ്ങൾക്ക് ആവശ്യമായുള്ള റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് കളക്ട് ചെയ്യുക, അതേപോലെ തന്നെ തങ്ങളുടെ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇവിടെ തന്നെ വിറ്റഴിക്കുകയും ചെയ്യുക. മെർക്കന്റിലിസ്റ്റ് പോളിസിക്ക് അകത്ത് വരുന്ന നമ്മൾ 3 തീരുമാനങ്ങൾ അല്ലെങ്കിൽ 3 പോളിസി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് പോയിന്റ് ടെക്സ്റ്റിനകത്ത് ഇല്ലാത്തൊരു പോയിന്റാണ്. നിങ്ങൾ ഇവിടെ കുറിച്ച് വെച്ചോളുക. നിങ്ങൾക്കത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കൂടി പറയത്തില്ല. നിങ്ങൾ അറിഞ്ഞു പോകണം. ഈ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ ഹെവി ടാക്സ് അല്ലെങ്കിൽ അമിതമായ നികുതിയാണ് ഈ ഒരു വാർ ആരംഭിക്കുക അല്ലെങ്കിൽ ഇങ്ങനൊരു സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുവാൻ അമേരിക്കൻ ജനങ്ങളെ പ്രേരിപ്പിച്ചത്. നിങ്ങൾ പറയുന്ന കാരണം എന്താ? 56 മുതൽ 63 കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു 7 year വാർ ഉണ്ടായി. 7 വർഷക്കാലം എടുക്കുന്ന യുദ്ധം ഉണ്ടായി. എന്നാൽ ആര് വിജയിച്ചു? ബ്രിട്ടീഷ് വിജയിച്ചെങ്കിലും അവർക്ക് ഒരുപാട് എക്കോണമിക് ക്രൈസിസ് ഉണ്ടായി, സാമ്പത്തികമായി തകർച്ചയുണ്ടായി. അത് മറികടക്കുന്നതിന് വേണ്ടി അവർ കണ്ടെത്തിയ മാർഗം അമേരിക്കൻ ജനങ്ങൾക്ക് മേൽ എന്ത് ചെയ്യുക? അമിതമായി നികുതി ഏർപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ആ നികുതി ഏർപ്പെടുത്തിയിട്ടാണ് എന്തിന് കാരണമായി മാറിയത്? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിന് കാരണമായി മാറുകയും ചെയ്തത്. ലാസ്റ്റ് പറഞ്ഞതുപോലെ പല തിങ്കേഴ്സിൻ്റെ ഐഡിയോളജീസ്, ജോൺ ലോക്കിൻ്റെയും തോമസ് പെയിൻ്റെയും ഐഡിയോളജീസിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ടാണ് അമേരിക്കയിലെ ജനങ്ങൾ എന്താരംഭിച്ചത്? ഒരു റെവല്യൂഷൻ ആരംഭിക്കുകയും ചെയ്തത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് ഫേസിൽ ഉൾപ്പെടുത്താം. ഇനി നമ്മൾ നേരെ പോകുന്നത് ഈ സെക്കൻഡ് ഫേസിലേക്കാണ്. അത് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം നമുക്ക് വർഷങ്ങൾ അറിയാമെങ്കിൽ വളരെ സിമ്പിളായി ഈ സെക്കൻഡ് ഫേസിന് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് 1774 ശ്രദ്ധിച്ചു. All the delegates except Georgia met at Philadelphia in 1774 to protest against the policies implemented by the British.
1774 നമ്മൾ ആദ്യം പറഞ്ഞാൽ എത്ര കോളനിയാണ് സ്ഥാപിച്ചത് ഇവിടെ ബ്രിട്ടീഷുകാർ? 13 കോളനിയാണ് സ്ഥാപിച്ചത്. ആ 13 കോളനിയിൽ ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 കോളനികളുടെയും ഡെലിഗേറ്റ്സ് എന്ത് ചെയ്യുണ്ടായി? ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. ദിസ് വാസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. 74 പ്രത്യേകത എന്താണ്? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഓക്കെ, 1774 പ്രത്യേകത ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. സംഭവം എന്താണ്? All the delegates of the colonies except Georgia met at Philadelphia in 1774 to protest against the policies implemented by the British. 1774 13 കോളനികളിലെ ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 കോളനികളിലെ ഡെലിഗേറ്റ്സ് ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചു. എന്തിനു വേണ്ടി? ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയ നികുതികൾക്കും അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയാണ് അവരെന്ത് ചെയ്തത്? ഇവിടെ ഫിലാഡൽഫിയയിൽ സമ്മേളിച്ചത്. അതറിയപ്പെടുക വാസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. Subsequently, they submitted a petition to the English king. അധികം വൈകാതെ അവർ ഒരു പെറ്റീഷൻ ആർക്ക് നൽകി? ബ്രിട്ടീഷ് രാജാവിന് നൽകുകയുണ്ടായി. അപ്പൊ അതിൽ ചില കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്തിരുന്നു. 2 കാര്യങ്ങൾ. ഒന്നാമത് ഡിമാൻഡിങ് ദ റിവോക്കേഷൻസ് ഓഫ് റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. അതായത് വ്യവസായങ്ങൾക്കും വാണിജ്യങ്ങൾക്കും ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് മാറ്റുക. ഫസ്റ്റ് ഡിമാൻഡ് ചെയ്ത കാര്യം എന്താണ്? ഡിമാൻഡിങ് റിവോക്കേഷൻസ് ഓഫ് ദി റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ്. ഇപ്പോൾ വാണിജ്യം ആയിക്കോട്ടെ അല്ലെങ്കിൽ വ്യവസായം ആയിക്കോട്ടെ അതിനുമേൽ ബ്രിട്ടീഷ് ഒരുപാട് നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുണ്ടായി? ഏർപ്പെടുത്തി. അത്തരം നിയന്ത്രണങ്ങൾ എന്ത് ചെയ്യുക? എടുത്ത് മാറ്റുക. അതേപോലെ നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദി അപ്രൂവൽ ഓഫ് ദി പീപ്പിൾസ്. അമേരിക്കൻ ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ എന്തെങ്കിലും പാടില്ല? ഇവിടുന്ന് നികുതി ഏർപ്പെടുത്തുവാനാണ് പാടില്ല. ഈ 2 കാര്യങ്ങളാണ് ആരാവശ്യപ്പെട്ടത്? ഈ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് അമേരിക്കൻ ജനങ്ങൾ ആവശ്യപ്പെട്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 1774 ഫിലാഡൽഫിയയിൽ വെച്ച് 12 കോളനികളുടെയും ഡെലിഗേറ്റ്സിന്റെ ഒരു സമ്മേളനം വിളിച്ചു ചേർക്കപ്പെടുകയുണ്ടായി. അതറിയപ്പെട്ടതാണ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന പിന്നീട്. അതിനുശേഷം അവരെന്ത് ചെയ്തു? ബ്രിട്ടീഷ് രാജാവിന് ഒരു പെറ്റീഷൻ നൽകുകയുണ്ടായി. ആ പെറ്റീഷനിൽ പറഞ്ഞ കാര്യങ്ങൾ 2 കാര്യങ്ങൾ. ഈ ഇൻഡസ്ട്രി ആയിക്കോട്ടെ അല്ലെങ്കിൽ കൊമേഴ്സ് ആയിക്കോട്ടെ അതിനുമേൽ ഏർപ്പെടുത്തിയിരുന്ന കൺട്രോൾ അല്ലെങ്കിൽ റിവോക്കേഷൻ ഒക്കെ എന്ത് ചെയ്യുക? റെഗുലേഷൻസ് എന്ത് ചെയ്യുക? എടുത്ത് മാറ്റുക. അതേപോലെ ഇപ്പോൾ നേരത്തെ ടാക്സ് ഏർപ്പെടുത്തിയില്ലേ? അതെങ്ങനെയാണ്? ഈ അമേരിക്കൻ ജനങ്ങളുടെ ഒരു അപ്രൂവൽ ഇല്ലാതെയാണ് ടാക്സ് ഏർപ്പെടുത്തിയത്. അപ്പോൾ അവരെന്താ ആവശ്യപ്പെട്ടത്? ഒരുപക്ഷെ ഇനി ടാക്സ് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കൻ ജനങ്ങളുടെ അപ്രൂവൽ ഉണ്ടായിരിക്കണം. അല്ലാതെ ഇവിടുത്തെ ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് ഒന്നും ഏർപ്പെടുത്തുവാൻ പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് അവരൊരു നിവേദനം ആർക്ക് നൽകി? ബ്രിട്ടീഷ് രാജാവിന് നൽകി. ബട്ട് ദ ബ്രിട്ടീഷ് കിങ് സെൻഡ് എ മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദി പീപ്പിൾ. പക്ഷേ ഈ നിവേദനം സ്വീകരിക്കുന്നതിന് പകരം രാജാവ് എന്താ ചെയ്തത്? തന്റെ സൈന്യത്തെ അവിടേക്ക് പറഞ്ഞയച്ചുകൊണ്ട് ജനങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. അതെന്തിനു കാരണമായി? ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. ഇതെന്തിനു കാരണമായി? കോളനി ജനങ്ങൾ ഇംഗ്ലീഷുകാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് എത്തി. ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു. സെക്കൻഡ് ഫേസിന് വർഷം മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഫസ്റ്റ് പറഞ്ഞ 1774 സംഭവം എന്താണ്? ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ്. ഓക്കെ, അത് എവിടെ വെച്ച് നടന്നു? ഫിലാഡൽഫിയയിൽ വെച്ച് നടന്നു. 13 കോളനികളിൽ ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 കോളനികളിലെ ഡെലിഗേറ്റ്സ് അവിടെ പങ്കെടുത്തു. ഇതിനു വേണ്ടി ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദി പോളിസീസ് ഇംപ്ലിമെന്റഡ് ബൈ ദി ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയിരുന്ന നികുതികൾക്കെതിരെ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾക്കെതിരെ പോരാടുന്നതിന് വേണ്ടിയാണ് അവർ പങ്കെടുത്തത്. വൈകാതെ അവർ പെറ്റീഷൻ ആർക്ക് നൽകി? ബ്രിട്ടീഷ് കിങ്ങിന് നൽകി. അവർ പറഞ്ഞ കാര്യം എന്തൊക്കെയാണ്? ഈ ഇൻഡസ്ട്രിക്ക് മേലും അല്ലെങ്കിൽ കൊമേഴ്സിന് ഏർപ്പെടുത്തിയിരുന്ന റെഗുലേഷൻസ് എടുത്ത് മാറ്റുക. ഇവിടുത്തെ ടാക്സ് ഏർപ്പെടുത്തുന്നത് ജനങ്ങളുടെ അപ്രൂവൽ ഇല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? ടാക്സ് ഏർപ്പെടുത്തുവാൻ പാടില്ല. പക്ഷേ ഇത് അംഗീകരിക്കുന്നതിന് പകരം രാജാവ് എന്താ ചെയ്തത്? ഒരു മിലിറ്ററി ഫോഴ്സിനെ അവിടേക്ക് പറഞ്ഞു വിടുകയും അതിനെ പൂർണ്ണമായി അടിച്ചമർത്തുകയും ചെയ്തു. അതിന് കാരണമായി അമേരിക്കൻ ജനങ്ങളും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുന്നതിന് കാരണമായി തീരുകയും ചെയ്തു. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. നെക്സ്റ്റ് വൺ, the very next year 1775 the second continental congress held at Philadelphia in 1775. നമ്മൾ ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ് പൂർണ്ണമായി പരാജയപ്പെട്ടു. കാരണം ജനങ്ങൾ മുന്നോട്ട് വെച്ച പല കാര്യങ്ങളും അംഗീകരിക്കുവാൻ ബ്രിട്ടീഷുകാർ തയ്യാറായില്ല. അതുകൊണ്ട് വിത്ത് വെരി നെക്സ്റ്റ് ഇയർ, തൊട്ടടുത്ത വർഷം തന്നെ 1775 എന്ത് ചെയ്യുന്നുണ്ടായി? നേരത്തെയുള്ള അതേ സ്ഥലത്ത്
നേരത്തെ പറഞ്ഞ ഫിലാഡൽഫിയയിൽ വെച്ച് ഒരു സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ് എന്ത് ചെയ്യുകയുണ്ടായി, വിളിച്ചു ചേർക്കപ്പെടുകയും ചെയ്തു. The second Continental Congress held in Philadelphia in 1775 elected George Washington as the commander-in-chief of the Continental Congress. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ കോണ്ടിനൽ കോൺഗ്രസ് വിളിച്ചു ചേർത്തു 74-ൽ. അപ്പൊ അത് പരാജയപ്പെട്ടപ്പോൾ വെരി നെക്സ്റ്റ് ഇയർ 75-ല് അതേ സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യുകയുണ്ടായി, രണ്ടാമതൊരു കോണ്ടിനൽ കോൺഗ്രസ് വിളിച്ചു ചേർക്കപ്പെടുകയുണ്ടായി. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അമേരിക്കയുടെ ഈ പറഞ്ഞ കോണ്ടിനൽ കോൺഗ്രസിന്റെ പുതിയ കമാൻഡർ ഇൻ ചീഫായി ആരെ തിരഞ്ഞെടുത്തു, ജോർജ് വാഷിംഗ്ടൺ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, 75 പ്രത്യേകം എന്താണ്, ദി സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ് held at Philadelphia elected George Washington as the commanding chief of Continental Congress. ഓക്കെ, ഇനി അടുത്ത വർഷം 1776-ല് നമ്മൾ ഈ പറഞ്ഞ കോണ്ടിനൽ കോൺഗ്രസ് issued the famous Declaration of American Independence. അടുത്ത വർഷം, തൊട്ടടുത്ത വർഷം തന്നെ അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ത് ചെയ്യുകയുണ്ടായി, ഈ കോണ്ടിനൽ കോൺഗ്രസ് ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. 1776 ജൂലൈ 4-ാം തീയതി ഈ കോണ്ടിനൽ കോൺഗ്രസ് അമേരിക്കയുടെ ഈ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കപ്പെടുകയും ചെയ്തു. നമുക്ക് അവിടെ രണ്ട് മാർക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഈ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ആരൊക്കെയാണ് പ്രിപ്പയർ ചെയ്തത്? രണ്ടാൾക്കാർ ചേർന്നാണ് പ്രിപ്പയർ ചെയ്തത്. ഒന്നാമത്തത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും രണ്ടാമത്തത് തോമസ് ജെഫേഴ്സൺ. ആരൊക്കെയാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും തോമസ് ജെഫേഴ്സണും കൂടി ചേർന്നാണ് എന്ത് ചെയ്യുക, ഈ ഫേമസ് ഡിക്ലറേഷൻ തയ്യാറാക്കപ്പെടുകയും ചെയ്തത്. ഓക്കെ, 76-ലെ കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞതുപോലെ ദി കോണ്ടിനൽ കോൺഗ്രസ് issued the famous Declaration of American Independence. It was prepared by Benjamin Franklin and Thomas Jefferson. അപ്പോൾ അതിൽ ചില കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ഒന്നാമത്തത് ആൾ ആർ ഈക്വൽ, നമ്മളെല്ലാവരും തുല്യരാണ്. അവിടെ പ്രത്യേകിച്ച് അവകാശങ്ങൾ അല്ലെങ്കിൽ പ്രത്യേക അവകാശങ്ങളൊന്നും ഇല്ല. അതേപോലെ എവരി വൺ ഹാസ് സെർട്ടൻ റൈറ്റ്സ്, എല്ലാവർക്കും അവരുടേതായ ചില അവകാശങ്ങളുണ്ട്. അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, പ്രത്യേകം മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും, അമേരിക്ക എല്ലാ ആൾക്കാർക്കും ചില അവകാശങ്ങൾ ഉണ്ട്, എല്ലാവരും തുല്യരാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ് അതിനകത്ത് പറഞ്ഞിരുന്നത് ദി ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറയപ്പെടുകയും ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ സെക്കൻഡ് ഫേസിൽ 3 പോയിന്റ് പഠിച്ചു. 1774 ഫസ്റ്റ് കോണ്ടിനൽ കോൺഗ്രസ് എവിടെ വെച്ച്, ഫിലഡൽഫിയ വെച്ച് കൂടുകയുണ്ടായി. വൈകാതെ അവരുടെ പെറ്റീഷൻ ബ്രിട്ടീഷ് രാജാവിന് നൽകി. പക്ഷെ രാജാവ് അതിനെന്ത് ചെയ്തു, അംഗീകരിക്ക് നേരായില്ല, അതിനെ അടിച്ചമർത്താനാണ് ശ്രമിച്ചത്. അതിന് കാരണമായി അമേരിക്കൻ ജനങ്ങൾ ബ്രിട്ടീഷുകാർ തമ്മിൽ ഒരു പോരാട്ടത്തിന് കാരണമായി. നെക്സ്റ്റ് ഇയർ 75 അതേ സ്ഥലത്ത് വെച്ച് ഒരു സെക്കൻഡ് കോണ്ടിനൽ കോൺഗ്രസ് വിളിച്ചേർക്കപ്പെടുകയും ജോർജ് വാഷിംഗ്ടന്റെ അമേരിക്കയുടെ പുതിയ കമാൻഡർ ഇൻ ചീഫായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. അടുത്ത വർഷം 76 ഈ കോണ്ടിനൽ കോൺഗ്രസ് അമേരിക്കയുടെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തയ്യാറാക്കപ്പെടുകയും ഇഷ്യൂ ചെയ്യുകയും ചെയ്തു. ആരൊക്കെ ചേർന്ന? തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും കൂടി ചേർന്നാണ് അത് തയ്യാറാക്കപ്പെടുകയും ചെയ്തത്. അതിൽ പറഞ്ഞ കാര്യം എന്താണ്? ഓൾ ആർ ഈക്വൽ, എല്ലാവരും തുല്യരാണ്. എവരിവൺ ഹാസ് സെർട്ടൻ റൈറ്റ്സ്, എല്ലാ ആൾക്കാർക്കും അധികാരത്തിൽ ചില അവകാശങ്ങൾ ഉണ്ട്. ഓക്കെ, ഈ 2 പോയിന്റ് ഇവിടെ. ഇപ്പോൾ 1776 ഫേമസ് ഡിക്ലറേഷനോട് കൂടി എന്താരംഭിക്കുകയാണ്? ബ്രിട്ടീഷുകാരും അമേരിക്കൻ പീപ്പിളും തമ്മിലൊരു ഓപ്പൺ വാർ ആരംഭിക്കുകയാണ്. 74 ആരംഭിച്ചെങ്കിലും അത് സ്ട്രോങ് ആയി ഒരു ഓപ്പൺ വാറായി മാറിയില്ല. പക്ഷെ 76 ഫേമസ് ഡിക്ലറേഷനോട് കൂടി എന്താരംഭിച്ചു? ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ ഒരു ഓപ്പൺ വാർ ആരംഭിച്ചു. അത് അവസാനിച്ചു എന്ന് 1781 കൂടി ബ്രിട്ടീഷുകാരും അതേപോലെ തന്നെ അമേരിക്കൻ ജനങ്ങളും തമ്മിലുള്ള ഒരു ഓപ്പൺ വാർ എന്ത് ചെയ്യുകയുണ്ടായി, അവസാനിക്കുകയുണ്ടായി. 71 എന്ത് ചെയ്യുകയുണ്ടായി? വാർ എൻഡിൽ യുദ്ധം എന്ത് ചെയ്യുകയുണ്ടായി, അവസാനിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം 1783 അക്കോർഡിംഗ് ടു ദി ട്രീറ്റി ഓഫ് പാരീസ് ഇൻ 1783 ബ്രിട്ടീഷ് റാറ്റിഫൈഡ് ദി ഫ്രീഡം ഓഫ് 13 കോളനീസ്. 2 വർഷങ്ങൾക്ക് ശേഷം ഒപ്പുവെച്ച പാരീസ് ട്രീറ്റി അല്ലെങ്കിൽ ട്രീറ്റി ഓഫ് പാരീസ്, ഈ ട്രീറ്റി ഓഫ് പാരീസ് അനുസരിച്ച് ബ്രിട്ടീഷുകാർ നേരത്തെ 13 കോളനികൾ ഇവിടെ സ്ഥാപിച്ചതാണ്. ആ 13 കോളനികളുടെയും സ്വാതന്ത്ര്യം എന്ത് ചെയ്യുകയുണ്ടായി, അവരെ അനുവദിക്കുകയും ചെയ്തു. അതോടുകൂടി എന്ത് അവസാനിച്ചു? അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് പൂർണ്ണമായി അവസാനിക്കുകയും ചെയ്തു. ലാസ്റ്റ് വൺ
A constitutional convention held at Philadelphia in 1789 under the leadership of James Madison framed American Constitution. 1789 നമുക്ക് ഇത്രയും പഠിച്ചാൽ മതി. ലാസ്റ്റ് പോയിന്റ്സ് അറിഞ്ഞാൽ മാത്രം മതി. 1789 ജെയിംസ് മാഡിസന്റെ കീഴിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഫിലാഡൽഫിയയിൽ എന്ത് ചെയ്യുകയുണ്ടായി, കൂടുകയുണ്ടായി. അതിൽ വെച്ച് അമേരിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തയ്യാറാക്കപ്പെടുകയും ചെയ്തു. ഓക്കെ, നമ്മൾ 2 ഫേസ് ആണ് പഠിച്ചത്. ഫസ്റ്റ് ഫേസിൽ യുദ്ധം ആരംഭിക്കാനുള്ള കാരണങ്ങളിലേക്ക് നമ്മളെത്തി. സെക്കൻഡ് ഫേസിൽ എന്ത് ചെയ്യുകയുണ്ടായി, യുദ്ധം ആരംഭിക്കുകയാണ്. അല്ല ലാസ്റ്റ് ആര് വിജയിച്ചു എന്നതിനെ കുറിച്ച് നമ്മൾ ചെയ്യുകയുണ്ടായി, പഠിക്കുകയും ചെയ്തു. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ജസ്റ്റ് സ്പീഡിൽ നിന്ന് കൺക്ലൂഡ് ചെയ്ത് പോവാം. നമ്മൾ പറഞ്ഞ കാര്യം അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത് 5 റെവല്യൂഷനാണ്. അതിൽ ഫസ്റ്റ് റെവല്യൂഷനാണ് ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. നമ്മൾ എന്താ പറഞ്ഞത്, പോയിന്റ് ഇത്രയും പോയിന്റ് മാത്രമേ പഠിക്കുന്നുള്ളൂ. ഫസ്റ്റ് പോയിന്റ്, ബൈ ദ 16th century onwards the Europeans peoples migrate to North America. അവരെന്ത് ചെയ്യുന്നുണ്ടായി, യൂറോപ്യൻസ് ആൾക്കാർ എവിടേക്ക്, നോർത്ത് അമേരിക്കയിലേക്ക് കുടിയേറുകയുണ്ടായി. ലക്ഷ്യം എന്തായിരുന്നു, മേജർ എയിം വാസ് ടു എക്സ്പ്ലോയിറ്റ് ദെയർ റിസോഴ്സസ്. ഇത് ഇപ്പോൾ എന്ത് ചെയ്യുക, കൊള്ളയടിക്കുക എന്നുള്ളതായിരുന്നു. അതിനുശേഷം in the 18th century British had established 13 colonies in eastern coast of North America. 18ാം നൂറ്റാണ്ടിൽ ഇവിടേക്ക് എത്തിയ ബ്രിട്ടീഷുകാർ അമേരിക്കയുടെ ഈസ്റ്റേൺ കോസ്റ്റിൽ എത്ര കോളനികളാണ്, 13 കോളനികളാണ് ആരംഭിച്ചു. Then they introduced a new policy known as mercantilist policy. തുടർന്ന് അമേരിക്കൻ പ്രദേശം തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അവർ ആവിഷ്കരിച്ച പുതിയ നയത്തെയാണ് നമ്മൾ മെർക്കന്റിലിസ്റ്റ് പോളിസിന്റെ പേരിൽ അറിയപ്പെടുന്നത്. മെർക്കന്റിലിസ്റ്റ് പോളിസി എന്താണ്? The British patented the American colonies as the centers for collecting their raw materials and as centers as method for selling their product. അപ്പോൾ തങ്ങൾക്ക് ആവശ്യമായി വരുന്ന റോ മെറ്റീരിയൽസ് ഇവിടെ എന്ത് ചെയ്യുക, കളക്ട് ചെയ്യുക, തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഇവിടെ തന്നെ വിറ്റഴിക്കുക. അതിനുവേണ്ടി അവർ ആവിഷ്കരിച്ച ഒരു പുതിയ പോളിസിയാണ് നമ്മൾ മെർക്കന്റിലിസ്റ്റ് പോളിസിന്റെ പേരിൽ അറിയപ്പെട്ടത്. എസ്സേ ചോദിക്കുമ്പോൾ നമുക്ക് ഇത്ര എഴുതിയാൽ മതി, അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്, മെർക്കന്റിലിസ്റ്റ് പോളിസിക്കകത്ത് 5ഓളം പോയിന്റ് പറയുന്നുണ്ട്. നമ്മൾ എളുപ്പത്തിൽ ഒരു 3 പോയിന്റ് പഠിച്ചു. ഫസ്റ്റ് എന്താണ്, ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഗുഡ്സ് ഒന്നുകിൽ ബ്രിട്ടീഷ് ഷിപ്പിലോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ കോളനി നിർമ്മിച്ച ഷിപ്പിലോ ആയിരിക്കും ഇവിടുന്ന് കൊണ്ടുപോകാനുള്ളത്. പിന്നെ പ്രൊഡക്റ്റായ വൂൾ, കോട്ടൺ, ടൊബാക്കോ, ഷുഗർ എക്സെട്ര ഇതൊക്കെ എവിടേക്ക് മാത്രം, ബ്രിട്ടീഷുകാർക്ക് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ, എക്സ്പോർട്ട് ചെയ്യുവാൻ പാടുള്ളൂ. അതേപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഓൾ ലീഗൽ ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, ലൈസൻസ് ആയിക്കോട്ടെ, പാംപ്ലെറ്റ്സ് ആയിക്കോട്ടെ, അതിലൊക്കെ എന്ത് ചെയ്യുക, ബ്രിട്ടീഷ് സ്റ്റാമ്പ് അഫിക്സ് ചെയ്യുകയും ചെയ്യുക, അവരുടെ മുദ്രകൾ പതിപ്പിക്കുകയും ചെയ്യുക. ഓക്കെ, പിന്നീട് ഇങ്ങനെ ഒരു റെവല്യൂഷൻ ആരംഭിക്കുവാൻ കാരണം എന്തായിരുന്നു, ടെക്സ്റ്റിനകത്ത് പറഞ്ഞു പോകുന്നില്ല, നിങ്ങൾ പഠിച്ചോണം. ടെക്സ്റ്റിൽ എവിടെയെങ്കിലും പോയിന്റ് കുറിച്ചുകൊള്ളുക. 1756 മുതൽ 63 കാലഘട്ടത്തിൽ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലൊരു 7 year വാർ ഉണ്ടായി. 7 വർഷക്കാലഘട്ടത്തിൽ എന്ത് ഒരു യുദ്ധം ഉണ്ടായി. ആ വിജയിച്ചു, ബ്രിട്ടീഷുകാർ വിജയിച്ചു. ബട്ട് they faced several economic crises. To overcome the situation, they implemented heavy tax on American people. ഇത്തരത്തിൽ ഒരു എക്കോണമിക് ക്രൈസിസ് ഉണ്ടായപ്പോൾ അത് മറികടക്കാനുള്ള മാർഗമായിട്ട് അവർ എന്താ ചെയ്തത്, അമേരിക്കൻ ജനങ്ങൾക്ക് മേൽ അമിതമായ നികുതി ഏർപ്പെടുത്തി. അവിടെ ആദ്യം പറയുന്നുണ്ട്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെന്റേഷൻ. അതായത് ആരാ അറിവ് നൽകിയത്, ജെയിംസ് ഹോക്കിൻസ് ആണ്. അതായത് അമേരിക്കൻ ജനങ്ങളുടെ റെപ്രസെന്റേറ്റീവ്സ് അല്ല ബ്രിട്ടീഷുകാർ, അതുകൊണ്ട് അവർക്ക് എന്ത് നൽകത്തില്ല, ടാക്സ് നൽകത്തില്ല. തുടർന്ന് അവർ ഒരു റെവല്യൂഷൻ ആരംഭിക്കാൻ തീരുമാനിച്ചു. അവർക്ക് അതിന് സഹായം നൽകിയത്, ഒരു ഇൻസ്പിറേഷൻ ലഭിച്ചത് അന്ന് അമേരിക്കയിൽ ഉണ്ടായിരുന്ന പല തിങ്കേഴ്സിന്റെ ഐഡിയോളജിയിലൂടെയാണ്. നമ്മൾ ആരെ പറഞ്ഞ പോലെ ജോൺ ലോക്കിന്റെയോ അല്ലെങ്കിൽ തോമസ് പെയിന്റേക്ക് ഒരു ഇൻസ്പിറേഷൻ, അവരുടെ ഐഡിയോളജിയിൽ നിന്ന് ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതിന് ശേഷമാണ് റെവല്യൂഷൻ ആരംഭിക്കുവാൻ ആരെ തീരുമാനിച്ചത്, ഈ പറഞ്ഞ അമേരിക്കയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങൾ ഫസ്റ്റ് ഫേസ്. ഇനി വർഷങ്ങൾ മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ഫേസിൽ പഠിച്ച എളുപ്പത്തിലാണ്, ആ വർഷങ്ങൾ മാത്രം ഓർത്തുന്നാൽ മതി. ഇത് നമുക്ക് ക്രോണോളജിക്ക് ചോദിക്കാം. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ ക്രോണോളജി ഉണ്ടായിരുന്നില്ല, 10ലേക്ക് എത്തുമ്പോൾ ക്രോണോളജി ഉണ്ട്. ക്രോണോളജി മീൻസ് കാലഗണന അനുസരിച്ച് എഴുതുക. ഈ വർഷങ്ങൾ തന്നിരിക്കത്തില്ല, മറിച്ച് സംഭവങ്ങൾ തന്നിരിക്കും, തെറ്റായി കൊടുത്തിരിക്കും, അത് നമ്മൾ ഓർഡർ ആക്കി എഴുതുക. അപ്പം അതുകൊണ്ട് വർഷം പഠിക്കണം. നമ്മൾ സെക്കൻഡ് ഫേസിലേക്ക് എത്തിയപ്പോൾ വർഷങ്ങളാണ് പഠിച്ചത്. ആദ്യം പറഞ്ഞത് 1774. All the delegates of the colonies except Georgia met at Philadelphia in 1774 to protest against the policies implemented by the British. 1774 ജോർജിയ ഒഴികെയുള്ള ബാക്കി 12 കോളനികളുടെയും ഡെലിഗേറ്റ്സ് ഇവിടെ പങ്കെടുത്തു, ഫിലഡൽഫിയയിൽ പങ്കെടുക്കുകയുണ്ടായി. അറിയപ്പെട്ടത് വാസ് നോൺ ആസ് ഫസ്റ്റ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. സബ്സിക്വന്റ്ലി they submitted petition to the British king. ഏകാന്തം എന്ത് ചെയ്തു, ബ്രിട്ടീഷ് രാജാവിന് ഒരു നിവേദനം നൽകി. അതെന്തെല്ലാം കാര്യം പറഞ്ഞത്, they demanded
the revocation of regulations enforced on industry and commerce, and not to impose tax without the approval of the people. അതായത് ഇൻഡസ്ട്രിക്കോ കൊമേഴ്സിനോ മേൽ ഏർപ്പെടുന്ന കൺട്രോൾ അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ പൂർണ്ണമായി എടുത്ത് മാറ്റുക. അതേപോലെ ഇവിടുത്തെ ജനങ്ങളുടെ അംഗീകാരമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, നികുതി ഏർപ്പെടുത്താൻ പാടില്ല. ബട്ട് the king sent a military force to separate the people. This led a war between England and colonies. അപ്പോൾ ഇത് അംഗീകരിക്കാൻ രാജാവ് തയ്യാറായില്ല. അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ അടിച്ചമർത്തനായി ശ്രമിക്കുകയുണ്ടായി. അതോടുകൂടി എന്ത് ചെയ്തു, ഒരു വാർ യുദ്ധം ആരംഭിക്കുകയും ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് the second Continental Congress held at Philadelphia in 1775 elected George Washington as the commander-in-chief of Continental Congress. അടുത്ത വർഷം 75 രണ്ടാമത് ഒരു കോണ്ടിനൽ കോൺഗ്രസ് വിളിച്ചേർക്കപ്പെടുകയും അതിന്റെ അമേരിക്കയുടെ കമാൻഡർ ഇൻ ചീഫായി ആര്, ജോർജ് വാഷിംഗ്ടൺ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. The very next year, 1776, the Continental Congress issued the famous Declaration of Independence. അമേരിക്കയുടെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഒരു ഡിക്ലറേഷൻ തയ്യാറാക്കപ്പെടുകയും ചെയ്തു. It was prepared by Benjamin Franklin and Thomas Jefferson. ഇപ്പോൾ 76 കൂടിയാണ് അമേരിക്കൻ പീപ്പിളും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള ഒരു പോരാട്ടം ആരംഭിക്കുന്നത്. അത് അവസാനിച്ചു. എന്നാൽ 81 കൂടി വാർ ചെയ്യുകയുണ്ടായി, അവസാനിച്ചു. According to the Treaty of Paris in 1783, British ratified the freedom of 13 colonies. 1783 ഒപ്പുവെച്ച പാരീസ് ഉടമ്പടി അനുസരിച്ച് ബ്രിട്ടീഷുകാർ നേരത്തെ പിടിച്ചെടുക്കലിൽ സ്ഥാപിച്ച 13 കോളനികളുടെയും സ്വാതന്ത്ര്യം അനുവദിക്കുകയും ചെയ്തു. ലാസ്റ്റ് പറഞ്ഞ പോലെ a constitution convention held at Philadelphia in 1789 under the leadership of James Madison framed the American Constitution. 1787 ജെയിംസ് മാഡിസന്റെ കീഴിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ നടത്തുകയും അതിനുണ്ട് പേര് അമേരിക്കയുടെ ഭരണഘടന തയ്യാറാക്കപ്പെടുകയും ചെയ്തു. അതിന് പ്രത്യേകതയുണ്ട്. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടന. അതുമാത്രമല്ല ലോകത്തിലെ ഏറ്റവും ചെറിയ ഭരണഘടന കൂടിയാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ്സേക്കകത്ത് എഴുതാനുള്ളത്. 2 മിനിറ്റും കൂടെ നമുക്ക് ഇനി അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇതിൻ്റെ കണ്ടിന്യൂറ്റിയാണ് നമുക്ക് അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇതിൻ്റെ റിസൾട്ടാണ്. വാട്ട് ആർ ദ മേജർ റിസൾട്ട് ഓഫ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു നമുക്കത് ചോദിക്കാം. 4 ഭാഗത്ത് അതുകൂടെ പഠിച്ചുകൊള്ളുക. അത് ഇതിനകത്ത് എഴുതാൻ ആവശ്യമില്ല. ഇതൊരു എസ്സെയാണ്. നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയും കൂടി ചേർത്തുകൊണ്ട് എസ്സെയാണ് 6 മാർക്ക്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ എഴുതേണ്ട ആവശ്യമില്ല. അടുത്ത ക്വസ്റ്റ്യൻ ആയിട്ടാണത്. അവിടെ നമുക്ക് ആ 4 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അവസാനിച്ചു. അപ്പോൾ അത് എന്തൊക്കെ മാറ്റം, എന്തൊക്കെ ഫലങ്ങളാണ് ലോകത്ത് കൊണ്ടുവന്നത്? നമുക്ക് ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദി ലേറ്റർ റെവല്യൂഷൻ. പിൽക്കാലത്ത് ലോകത്തിന്റെ പല കോണുകളിലുണ്ടായ വിപ്ലവങ്ങൾക്ക് ഒരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകുവാൻ ഇതിലൂടെ സാധിച്ചു. Another, put forward the concept of federal state. Another point, federal state എന്ന ആശയം എന്ത് ചെയ്യുകയുണ്ടായി, അവർ മുന്നോട്ട് വെച്ചു. Put forward the concept of a republican form of government. മൂന്നാമത്തെ പോയിന്റ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ് എന്ന ആശയം എന്ത് ചെയ്യുകയുണ്ടായി, അവർ മുന്നോട്ട് വെച്ചു. ലാസ്റ്റ് പോയിന്റ്, ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടന എന്ത് ചെയ്യുകയുണ്ടായി, തയ്യാറാക്കുകയും ചെയ്തു. ഓക്കെ, 4 പോയിന്റ്. ഒന്ന്, ഗേവ് ഡയറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദി ലേറ്റർ റെവല്യൂഷൻ. പുട്ട് ഫോർവേഡ് ദി കോൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സ്റ്റേറ്റ്. പുട്ട് ഫോർവേഡ് ദി കോൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെന്റ്. ദ ഫസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചത് ഒരു എസ്സേയും ഒരു ഷോർട്ട് ക്വസ്റ്റ്യനുമാണ് നമ്മൾ പഠിച്ചത്. എസ്സേ പഠിച്ചത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസും ഷോർട്ട് ക്വസ്റ്റ്യൻ അതിൻ്റെ റിസൾട്ടുമാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോയിസ് വീഡിയോ ഓണാക്കിയ ശേഷം നിങ്ങൾക്ക് ചോദിക്കാം.